നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വാക്കാട് പെട്രോൾ പമ്പിന് സമീപം വാഹനാപകടം. താനൂർ ചീരാൻ കടപ്പുറം സ്വദേശിക്ക് ദാരുണാന്ത്യം. വളവന്നൂർ പഞ്ചായത്ത് 17-ാം വാർഡിൽ നവീകരണം പൂർത്തിയാക്കിയ 2 റോഡുകൾ ഞായറാഴ്ച നാടിന് സമർപ്പിക്കും. ട്രെയിൻ യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. തിരൂർ നവയുഗ് ഹിന്ദി കോളേജ് ഹിന്ദി പക്ഷാഘോഷം സംഘടിപ്പിച്ചു. ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലുള്ള അറവുശാലയുടെ പ്രവർത്തനം അംഗീകരിക്കാനാവില്ലെന്ന് ബിജെപി അംഗം നിർമ്മല കുട്ടിക്കൃഷ്ണൻ. മയക്കുഗുളിക എഴുതി നൽകണമെന്നാവശ്യപ്പെട്ട് ഡോക്ടറെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി. വിശദമായ വാർത്തകൾ. വാക്കാട് പെട്രോൾ പമ്പിന് സമീപം വാഹനാപകടം. താനൂർ ചീരാൻ കടപ്പുറം സ്വദേശിക്ക് ദാരുണാന്ത്യം. വ്യാഴാഴ്ച രാത്രി 9:30ഓടെയാണ് സംഭവം. ചീരാൻ കടപ്പുറം സ്വദേശി തേലത്ത് മുഹമ്മദ് കുട്ടിയുടെ മകൻ മുഹാഫിയാണ് മരണപ്പെട്ടത്. വ്യാഴാഴ്ച രാത്രി 9:30ഓടെ വാക്കാട് പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. താനൂരിൽ നിന്നും കൂട്ടായിലേക്ക് പോവുകയായിരുന്ന ബുള്ളറ്റും പെട്രോൾ പമ്പിലേക്ക് വരികയായിരുന്ന ഗുഡ്സ് ആപ്പയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികരായ ചീരാൻ കടപ്പുറം സ്വദേശികളായ തേലേത്ത് മുഹാഫി, ചെറുപുരയ്ക്കൽ ഫാരിസ് എന്നിവരെ തിരൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുഹാഫി മരണപ്പെടുകയായിരുന്നു. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മത്സ്യത്തൊഴിലാളിയായ മുഹാഫി വിവാഹിതനാണ്. നിസാർ, മുബഷീറ എന്നിവർ സഹോദരങ്ങളാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എടക്കടപ്പുറം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും. വെട്ട ന്യൂസ്, താനൂർ. വളവന്നൂർ പഞ്ചായത്ത് 17-ാം വാർഡിൽ നവീകരണം പൂർത്തിയാക്കിയ 2 റോഡുകൾ ഞായറാഴ്ച നാടിന് സമർപ്പിക്കും. എംഎൽഎ കുറുക്കോളി മൊയ്തീൻ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണം പൂർത്തിയായത്. വളവന്നൂർ പഞ്ചായത്ത് 17-ാം വാർഡിലെ വെട്ടാറപ്പ് തവിടങ്കാട് റോഡ്, വെട്ടാറത്ത് ചോമൽപ്പടി റോഡുകളാണ് നവീകരണം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുന്നത്. എംഎൽഎ ആസ്തി വികസന ഫണ്ടിൽ നിന്നും യഥാക്രമം 25 ലക്ഷം, 2.5 ലക്ഷം എന്നീ ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത്. ഞായറാഴ്ച രാവിലെ 9 മണിക്കാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ എംഎൽഎ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വെട്ട ന്യൂസ്, തിരൂർ. ട്രെയിൻ യാത്രാ ദുരിതം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ശ്യാം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പി ഷബീർ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി അനീഷ്, ടി സിദ്ദിഖ്, ആർ ഗായത്രി എന്നിവർ സംസാരിച്ചു. പി മുനീർ സ്വാഗതവും പി സുമിത് നന്ദിയും പറഞ്ഞു. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളാൽ അടയാളപ്പെടുത്തിയ ഇന്ത്യ ജനാധിപത്യം, ഇന്ത്യൻ മതനിരപേക്ഷത, ഇന്ത്യ എന്ന രാജ്യം സംരക്ഷിച്ചു നിർത്തേണ്ടുന്ന ഒരു റെയിൽവേ. ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറിയവർക്ക് സൂചി കുത്താൻ ഇടമില്ലാത്ത നിലയിൽ ട്രെയിനിലെ കമ്പാർട്ട്മെന്റുകൾ മാറുന്നതിന്റെ അനുഭവം. തിരൂർ റിംഗ് റോഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ജംഷീർ, തയ്യിൽ നിയാസ്, സുകേഷ്, രാജ് വിമൽ എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. ഹിന്ദി ദിനത്തോടനുബന്ധിച്ച് നവയുഗ് ഹിന്ദി കോളേജ് പക്ഷാഘോഷം സംഘടിപ്പിച്ചു. RP ശോഭന ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. നവയുഗ ഹിന്ദി കോളേജ് MD മുരളീധരൻ പരിയാപുരത്തിന്റെ അധ്യക്ഷതയിൽ RP ശോഭന ടീച്ചർ പക്ഷാഘോഷം ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ രേഖ VP, ജസിന ടീച്ചർ, ശാന്തി ടീച്ചർ, ഫാത്തിമ ഷഹിദ എന്നിവർ സംസാരിച്ചു. അനുബന്ധമായി വിദ്യാർത്ഥികൾക്ക് പോസ്റ്റർ രചന, ദേശഭക്തിഗാനം, പ്രസംഗം, കവിത ചൊല്ലൽ തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വെട്ട ന്യൂസ്, തിരൂർ.
ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലുള്ള അറവുശാലയുടെ പ്രവർത്തനം അംഗീകരിക്കാനാവില്ലെന്ന് BJP അംഗം നിർമ്മല കുട്ടിക്കൃഷ്ണൻ. നിയമങ്ങൾ പാലിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ അത് തുറക്കാവൂ, അല്ലാത്തപക്ഷം വലിയ താഴിട്ട് തന്നെ അറവുശാല അടച്ചുപൂട്ടണമെന്ന് തിരൂർ നഗരസഭ BJP അംഗം നിർമ്മല കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു. അശാസ്ത്രീയമായ രീതിയിൽ അറവുശാല നടത്തി മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നത് ജനങ്ങൾക്കെതിരായ കാര്യമാണ്. ജനങ്ങളുടെ ക്ഷേമം പരിഗണിക്കുമ്പോൾ ഒരിക്കലും ഇത്തരത്തിലുള്ള അറവുശാല കൊണ്ടു നടത്തരുതെന്നും തിരൂർ നഗരസഭ BJP അംഗം നിർമ്മല കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു. സാധാരണഗതിയിൽ ഇപ്പോൾ ഈ ഒരു അറവുശാലയുടെ ഇഷ്യൂല് BJPയുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ പ്രതികരിച്ചാൽ ഒരു പക്ഷേ അതിനൊരു വ്യാഖ്യാനം ഉണ്ടായേക്കാം. നോൺ കഴിക്കുന്നതിനെതിരാണോ അങ്ങനെയൊക്കെ. അതൊന്നുമല്ല. നമുക്ക് ഭക്ഷണം ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്, വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിന് രണ്ട് വശമാണുള്ളത്. ഒരു അറവുശാല നടത്തുമ്പോൾ, ശാസ്ത്രീയമായിട്ട് നടത്തുമ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം അത് മറ്റുള്ളവർക്ക് കാഴ്ചയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചു കുട്ടികളാണെന്ന് വിചാരിച്ചോളൂ, അത് വളരെ ഒരു ഭയാനകമായിട്ടുള്ളൊരു ഭീതിജനകമായിട്ടുള്ള സിറ്റുവേഷൻ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രൈവസികളും ഇതും വേണം. രണ്ട്, അതിനേക്കാളൊക്കെ ഉപരി ഇന്നത്തെ കാലത്ത് പല തരത്തിലുള്ള അസുഖങ്ങൾ ജനങ്ങളെ പിടികൂടുന്ന സമയമാണ്. ആ സമയത്ത് തികച്ചും ശാസ്ത്രീയമല്ലാത്ത അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ഒരു അറവുശാല നടത്തിയിട്ട് അതിൻ്റെ മാലിന്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒട്ടും കെയർഫുള്ളല്ലാതെ കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അത് തീർത്തും ജനങ്ങൾക്കെതിരാണ്. നമ്മളൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും ജനങ്ങളുടെ ക്ഷേമമൊക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരിക്കലും ഇത്തരത്തിലൊരു അറവുശാല അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ കൊണ്ട് നടത്തരുത് എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. പിന്നെ ഫണ്ട് അത് ഓരോ ഭരണസമിതി മാറി മാറി വരുമ്പോൾ അവർ പല അവകാശവാദങ്ങൾ ഉന്നയിക്കാം. ഞങ്ങൾ മറ്റേ തുക വകയിരുത്തിയിരുന്നു, ഞങ്ങൾ നടത്തിയിട്ടില്ല എന്നൊക്കെ പറയാം. പക്ഷേ അതൊക്കെ ഓരോ ഭരണസമിതിയുടെയും കാഴ്ചപ്പാടാണ്. അത് ഭരണകർത്താക്കളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ജനങ്ങളെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ പുതിയ തരത്തിലുള്ള വികസന പദ്ധതികൾ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത് ഭരണകർത്താക്കളുടെ കാഴ്ചപ്പാടാണ്. അത് രണ്ട് മുന്നണികളും അവരങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നു എന്നല്ലാതെ അതിൽ നമുക്കൊന്നും പങ്കുചേരാനില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രദേശത്തെ നിവാസികളെ വളരെ അവരുടെ ആരോഗ്യത്തെ അപകടകരമാക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സംരംഭം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അറവുശാല ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് അടച്ചുപൂട്ട് തന്നെയാണ് അതിൻ്റെ അത് കൃത്യമായിട്ട് അതിൻ്റെ നോംസും അതിൻ്റെ കണ്ടീഷൻസും അനുസരിച്ച് പാലിച്ചുകൊണ്ട് കൊണ്ടു നടത്താൻ പറ്റുകയാണെങ്കിൽ മാത്രം അത് തുറന്നു കൊടുക്കുക, അല്ലെങ്കിൽ അത് വലിയ താഴിട്ട് പൂട്ടേണ്ടതാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു പ്രദേശത്തെ നിവാസികളുടെ ആരോഗ്യത്തെ അപകടത്തിലാക്കുന്ന ഇത്തരത്തിലുള്ള അറവുശാല അംഗീകരിക്കാനാവില്ല എന്നും നിയമം പാലിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ അത് വലിയ താഴിട്ട് തന്നെ അടച്ചുപൂട്ടണമെന്നും നിർമ്മല കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു. വെട്ട ന്യൂസ്, തിരൂർ. പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെത്തിയ ആൾ അമിതശേഷിയുള്ള മയക്കുഗുളിക എഴുതി നൽകണമെന്നാവശ്യപ്പെട്ട് ഡോക്ടറെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം രാത്രി 11ഓടെയാണ് സംഭവം. ആശുപത്രിയിലെത്തിയ ആൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ജദീർ അലിയോട് അമിതശേഷിയുള്ള മയക്കുഗുളിക എഴുതി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ മാനസികാരോഗ്യ വിദഗ്ധനെ കാണാൻ ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിലും ഡോസ് കൂടിയ മയക്കുഗുളിക എഴുതി നൽകണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ ഡോക്ടർ വിറ്റമിൻ ഗുളിക എഴുതി നൽകി. കുറിപ്പുമായി പുറത്തേക്ക് പോയതിനു ശേഷം തിരികെ എത്തിയാണ് ഡോസ് കൂടിയ മരുന്ന് എഴുതി നൽകണമെന്നാവശ്യപ്പെട്ട് കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തിയത്. ഇതോടെ ഡോക്ടർ മാനസികാരോഗ്യ വിദഗ്ധനെ കാണാനുള്ള കുറിപ്പടി എഴുതി നൽകുകയും ഇതു വാങ്ങി ആൾ പോവുകയും ചെയ്തു. ഇതിനിടെ വിവരം ആശുപത്രിയിലുള്ളവർ പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തുമ്പോഴേക്കും ആൾ സ്ഥലം വിട്ടു. വ്യാഴാഴ്ച താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പോലീസിൽ രേഖാമൂലം പരാതി നൽകി. അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. വെട്ട ന്യൂസ്, പൊന്നാനി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.